ഹലോ കൂട്ടുകാരെ, നന്മ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വീട്ടിൽ കുറേ വിരുന്നുകാരൊക്കെ ഉണ്ട് കേട്ടോ. വിരുന്നുകാരെന്ന് പറഞ്ഞാൽ ചേച്ചിമാർ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു വീട് കുടിയിരിപ്പുണ്ട്, അതായത് ചേച്ചിയുടെ മകളുടെ വീട് കുടിയിരിപ്പാണ്. അതിനാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ചേച്ചിയും അമ്മയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ചേച്ചിയുടെ ഏട്ടനാണ്, ചേട്ടൻ്റെ ചേട്ടൻ, അങ്ങനെ കുറേ കുടുംബക്കാരൊക്കെ എല്ലാവരും ഉണ്ട്. ഇതാണ് കേട്ടോ വീട്. സമയം ഒരു 10:30 സമയമാണ്. കുടിയിരിപ്പ് ദിവസം 10:30 സമയത്തുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ വരണേ ഉള്ളൂ. ആ വീടിൻ്റെ പെയിൻറ് പണിയൊക്കെ അവർ തന്നെ സ്വയം ചെയ്തതാണ്. പിന്നെ രണ്ടാളും കൂടിയിട്ട് കുറേ പെയിൻറ്റിങ് നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പൈസ ഒക്കെ അങ്ങനെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു നാട്ടിൻപുറത്തെ ഒരു കുടിയിരിപ്പ് നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ആളുകൾ വരുന്നയാൾ മുന്നേ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നു. ഇതാണ് അവരുടെ കുട്ടി. 2 ആൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ അതാ ഗ്ലാസ്സിൽ ഒഴിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് മുകളിലേക്ക് കയറിപ്പോയി കേട്ടോ. അവിടെ മുകളിലത്തെ ഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ ഇപ്പോഴല്ല, മുകളിൽ കൂടെ ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മുകളിൽ റൂമൊന്നുമില്ല, എന്നാലും ഞാൻ ആ ഭാഗം ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ചുമരമ്മലത്തെ കുറച്ച് ഡെക്കറേഷൻ പുറത്തുള്ളതൊക്കെ 2 പേരും കൂടി ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. മനുശ്ശേരിന്ന് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, അവിടെയാണ് ഇപ്പോൾ വീട്. അങ്ങനെ മുകളിലേക്ക് റൂം എടുത്തില്ലെങ്കിലും ഇതുവരെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ മോനതാ വെള്ളം കൊണ്ടുവരുന്ന കണ്ടില്ലേ, അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച്. കുറച്ച് കഴിയുമ്പോഴേക്കും ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടോ. പിന്നെ ഇനി കൂട്ടുകാരികളും കുടുംബക്കാരും പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരുപാട് ആളുകളൊന്നുമില്ല, എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരുടെ തകപ്പൻ ഡാൻസ് അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാം. അപ്പോഴേക്കും കുടുംബക്കാരൊക്കെ എത്തിയിട്ടോ. എല്ലാവരും എത്തി തുടങ്ങി. ബിരിയാണിയാണ്, ചിക്കനും ബിരിയാണിയാണ് കഴിക്കാനുള്ളത്. അങ്ങനെ ചേച്ചിമാരൊക്കെ കൂടിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ശരിയാക്കലും ഫോട്ടോ എടുക്കലും എന്താണ് ഇവിടെ നടക്കുന്നത് തന്നെ അറിയില്ല. അതൊരു കല്യാണത്തിൻ്റെ പോലെ ആയിരുന്നു കേട്ടോ. വന്നവരൊക്കെ ഫോട്ടോ എടുക്കുക, മേക്കപ്പ് ചെയ്യുക. അപ്പോൾ ഒന്നും കട്ട് ചെയ്യാതെ തന്നെയാണ് ഞാൻ ഇടണത്. അങ്ങനെ എല്ലാവരും ഭയങ്കര മേക്കപ്പിലും ഫോട്ടോ എടുക്കേണ്ട തിരക്കിലാണ് കേട്ടോ. എത്ര ഫോട്ടോ എടുത്താലും കഴിയണമില്ല, കുറേ ആൾക്കാരുണ്ട്. ചേച്ചിയാണത്, ചേച്ചിയുടെ മോള്, അമ്മ. പിന്നെ ഒരു 1.5 ഇതിപ്പോൾ ചേച്ചിയുടെ മോള് വരച്ചതാണ് കേട്ടോ. അത് എങ്ങനെയുണ്ട് ചുമരമ്മലത്തെ? ആളൊരു ചെറിയൊരു കലാകാരിയാണ്, അതുകൊണ്ട് സ്വന്തം വീട്ടിൽ വരയ്ക്കാറായി. എന്തായാലും നന്നായി ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. അതേപോലെ പെയിൻറ്റിങ്ങിൻ്റെ ഫ്രണ്ടിലത്തെ വർക്കുകളൊക്കെ സൂപ്പറായിട്ടുണ്ട്. അതും അവൾ അവൾ 2 പേരും കൂടി ചെയ്തതാണ് കേട്ടോ. പിന്നെ ഒരു 1:30 ആകുമ്പോഴേക്കും കുറച്ച് തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ചേച്ചിമാരൊക്കെ 3-4 ദിവസമായി വന്നിട്ട്. അപ്പോൾ ഒരാളിപ്പോൾ ഇന്ന് പോവും, പിന്നെ മറ്റവർക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോവുള്ളൂ. ഞങ്ങൾ ഞാനും ചേച്ചിയും കൂടിയും കട്ടിലും ബെഡാണ് കൊടുത്തത്. അതാണ് ഇപ്പോൾ കാണിച്ചത്.
ഇത് ചേച്ചിയുടെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ, പ്രശാന്തൻ്റെ കുട്ടിയാണ് നന്ദു. പിന്നെ കുട്ടിച്ചൻ്റെ മക്കൾ, വെള്ളച്ചൻ്റെ മക്കൾ എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഉണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ വർത്താനം പറഞ്ഞു. അത് പ്രശാന്താണ്, പ്രശാന്തിൻ്റെയാണ് കുട്ടി. അങ്ങനെ നമ്മുടെ വീഡിയോയിൽ ഒരുവിധം എല്ലാവരും പെട്ടുണ്ട് കേട്ടോ. ആ തിരക്കിലൊക്കെ തയ്യാറായി. ഇതാണ് സതീഷ്, സ്നേഹയുടെ ഹസ്ബൻഡ്. നമ്മൾ വീഡിയോയിൽ വരാറുള്ള സ്നേഹ, ഇത് ചേച്ചിയാണ് എൻ്റെ. ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആളുടെ തകർപ്പൻ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഇപ്പോൾ നമുക്ക് കാണാം. ചേച്ചിയുടെ മക്കളും കുട്ടിച്ചൻ്റെ മകളും എല്ലാവരും ഉണ്ട് ഇതിൽ. പേര് പറയണമെന്നില്ല, പേര് പറഞ്ഞാലും നമുക്കറിയില്ല. അങ്ങനെ വിളമ്പി കൊടുക്കലും ചിക്കനൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. എത്ര കഴിച്ചാലും മതി. വീട്ടിൽ അത്രയും അടിപൊളി ചിക്കനായിരുന്നു. പ്രശാന്തും കൃഷ്ണനും, പ്രശാന്തിൻ്റെ വൈഫാണത്. ഇത് മോള് ദേവൂട്ടി, ഈ ചേച്ചിയുടെ മോന്. ഈ അറിഞ്ഞില്ല ഞങ്ങൾ എടുത്തത്. ഇത് ഞങ്ങളുടെ അയൽവക്കക്കാരാണ് കേട്ടോ. മനോജ് അവരും കളിക്കുന്നതാണ്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഇപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഇതാ ഇവരുടെയാണ് ഇപ്പോൾ വീട് ഇവർ രണ്ടാളുടെയും. കൃഷ്ണ കണ്ണൻ്റെ വീടാണ്. അങ്ങനെ കുറേ ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതാ വർത്താനം പറയാൻ തുടങ്ങി കേട്ടോ. എല്ലാവരും വയറൊക്കെ ഫുള്ളാക്കി കുറച്ച് നേരം വർത്താനമൊക്കെ പറയുകയാണ്. ഇത് കഴിഞ്ഞിട്ടൊരു തകർപ്പൻ ഡാൻസ് എന്താ തുടങ്ങിയല്ലോ എന്നൊക്കെ ചർച്ച ചെയ്യണം. അങ്ങനെ കുട്ടികളാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഡാൻസ് കളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഡാൻസ് തുടങ്ങുന്നതിന് മുന്നേ ചേച്ചിയായിട്ടാണ് ഇവിടെ പാക്കിങ് ആൾക്കാർക്കൊക്കെ ബാക്കിയുള്ളത് കൊടുക്കാൻ. അങ്ങനെ കുറച്ച് പേർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ബാക്കി സാധനങ്ങൾക്കെല്ലാം കൊടുക്കുക, അങ്ങനെയൊക്കെ പരിപാടിയാണ്. കുറച്ച് പേർക്കൊക്കെ കൊടുത്തു. ഇതാണ് നമ്മുടെ സതീഷ്, ചേച്ചിയായിട്ടിന് മോനാണ് വിജിത്ത്. അങ്ങനെ പാട്ട് കോർഡിനേറ്റ് വരും വെച്ച് ഞങ്ങളത് പാട്ട് വെച്ചിട്ടില്ല. അപ്പോൾ മോളുണ്ട് എല്ലാ ഫാമിലിയും ഞാനാണ് ഇപ്പുറത്ത് കളിക്കുന്നത്. ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ കേട്ടോ. പാട്ട് വെച്ചപ്പോൾ ഞങ്ങൾ വെറുതെ കളിക്കുന്നതാണ്. എന്നാൽ ഞങ്ങളുടെ ഈ കുടിയിരിപ്പ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. കുറേ നാളായിരുന്നു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിക്കാൻ പറ്റിയില്ല, അച്ഛൻ മരിച്ച കാരണം. കഴിഞ്ഞ ഓണപ്പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കുടിയിരിപ്പുള്ള കാരണം അങ്ങനെ എല്ലാവരും കാണാനും എല്ലാം പറ്റും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ബാക്കിയൊരു ചെറിയൊരു ഭാഗം കൂടി കേട്ടോ. നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കണം. എന്തൊക്കെ കിട്ടി ഗിഫ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം. നമ്മുടെ വീഡിയോ കാണാം കേട്ടോ. കുറച്ചൊരു വീഡിയോ ആണ്. എന്താ നമുക്ക് നടക്കുന്നുണ്ടാവും അറിയില്ല. എന്നാലും ഏതെങ്കിലും ഒരുപാട് കൊല്ലൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണാനും ഒക്കെ ആകുമ്പോൾ വിചാരിക്കുന്ന വീഡിയോ ഒരു 9 മിനിറ്റിൻ്റെ വീഡിയോ